अरे क्या कर रहा है यार चाकुरमा ನಾನು ಒಬ್ಬರೇ ಬಂದೆವು അപ്പോൾ ചുമ്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ലാഗ് ഫിക്സ് ചെയ്യാന്നാണ്. മിക്ക ഫ്രീ ഫയർ പ്ലേയേഴ്സിന്റെ കയ്യിൽ ലോയിന്റെ ഡിവൈസുകളായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈസിന്റെ അത് നല്ല രീതിയിൽ ഹീറ്റും അതുപോലെ തന്നെ ലാഗും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ട്രിക്സ് നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ ഒരു 60% ലാഗെങ്കിലും കുറഞ്ഞു കിട്ടും. അപ്പോൾ ചുമരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിങ് കോഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഈ ഒരു വീഡിയോക്ക് അത് റെഡിങ് കോഡ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചുമരെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ അകത്ത് തന്നെ ഉള്ള കുറച്ച് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് സെന്ററിൽ പോവുക. അപ്പോൾ അവിടെ നോക്കാനാണെങ്കിൽ കുറച്ച് മാപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മാപ്പൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഗെയിമിന്റെ ആ ഒരു സെറ്റിംഗ്സിൽ കയറുക. അപ്പോൾ അവിടെയായിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ ഗ്രാഫിക്സ് അൾട്രയിലാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്മൂത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ താഴോട്ട് വരാൻ നേരത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് റീപ്ലേ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കി ഇട്ടേക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ താഴോട്ട് വരാനാണെങ്കിൽ FF Max എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൽ കയറിയിട്ട് ഞാൻ ഈ ഓഫ് ആക്കുന്ന 2 സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ആക്കി ഇടുക. അപ്പോൾ ചുമരി ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫോണിൻ്റെ അകത്ത് വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളാണ്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഫോണിന് ഇനി സ്പേസ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ ആ ഒരു സ്പേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോണിൻ്റെ അകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗാലറി ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞ് അവിടെയുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ എല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫയൽസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അവിടെയായിട്ട് നിങ്ങൾക്ക് ട്രാഷ് ഫയൽസ് കിടക്കുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് അതെല്ലാം അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ട്രാഷ് ഫയൽസ് കൂടെ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് കുറേ ആപ്സ് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും, അതെല്ലാം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് ഉറപ്പുള്ള ആപ്സ് മാത്രം അതിൻ്റെ അകത്ത് ഇട്ടേക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് എബൌട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയായിട്ട് റാം എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ അകത്തോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെയായിട്ട് നിങ്ങളുടെ റാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങളുടെ റാം എക്സ്പാൻഡ് ചെയ്തിടുക. പിന്നെ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 3 ആനിമേഷനും ഒന്നെങ്കിൽ 0.5 ഇടുക അല്ലെങ്കിൽ ഓഫ് ആക്കി ഇടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൊണ്ടുണ്ട്, നിങ്ങൾ എപ്പോൾ ഗെയിമിൽ നിന്ന് ഇറങ്ങിയാലും ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ചുമരെ ഈ വീഡിയോ ഇതിലായിട്ട് ലൈക്ക് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോയിന്റെ ഡിവൈസ് കളിക്കുന്ന ഫ്രണ്ടിനെ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ ചുമരെ ഈ ലോയിന്റെ ഡിവൈസ് കളിക്കാൻ നേരത്തെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഹീറ്റ്. അപ്പോൾ ഫ്രീ ഫയർ കളിക്കാൻ നേരത്തെ നിങ്ങളുടെ ഡിവൈസ് ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. കൂടുതൽ ആൾക്കാർ കമന്റ് ഇടാനാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പൊ തൽക്കാലം ഏതെങ്കിലും ഫാൻ്റെ കീഴ് വെച്ച് ഫ്രീ ഫയർ കളിക്കാൻ ശ്രമിക്കുക. പിന്നെ വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന ആപ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം കളിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ഒരുവിധ ലാഗ് കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഒരു ഗീവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിന്നറെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയ്ക്കകത്ത് വിന്നറിന്റെ നെയിം പറയുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും കോഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ വീഡിയോ ഇതിലായിട്ട് ലൈക്ക് അടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ലൈക്ക് അടിക്കുക.